ഒരു നിമിഷം KC വേണുഗോപാൽ അതേ ഉള്ളൂ. വലിയ സമ്മർദ്ദം രാജിക്ക് വേണ്ടിയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് ആ വിഷയമെന്ന് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി 24 മണിക്കൂറിനകം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ പാർട്ടിയുടെ നേതാക്കന്മാർ, ഉന്നതമായ നേതാക്കന്മാർ, പാർട്ടി നേതാക്കന്മാരെല്ലാം വളരെ ഗൗരവതരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പാർട്ടിയുടെ തീരുമാനമെന്ന് നിങ്ങളെ അറിയിക്കും. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലാതെ ലക്ഷ്യമായിരുന്നു. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഉണ്ട് പറയും. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നു. ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും ഗൗരവമായ സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ KPCC നേതൃത്വവുമായി ആശയവിനിമയമുണ്ട് എന്ന് പറയുന്നു. രാഹുൽ രാജിവെക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യത്തിന് താൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഗൗരവത്തോടെ കാണുന്നു ഹൈക്കമാൻഡ് എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ ഇപ്പോൾ KPCC നേതൃത്വവും AICC നേതൃത്വം തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഗൗരവത്തോടെ ഇക്കാര്യങ്ങളെയൊക്കെ കാണുന്നുണ്ട് എന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. ഈ പരാതിയൊന്നും വരുന്നതിന് മുൻപ് ആരോപണങ്ങൾ ഉയർന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം പാർട്ടി ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം അവിടെ പാർട്ടി തന്നെ നിലപാട് സ്വീകരിച്ചു എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. രാഹുൽ സ്വമേധയാ ഈ സ്ഥാനം രാജിവെച്ചതാണോ എന്നുള്ള തരത്തിലൊക്കെ ചില നേതാക്കളുടെ പ്രതികരണം വന്നതാണ്. പക്ഷേ നേരത്തെ 24നോട് KC വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു പാർട്ടി എടുത്ത നടപടി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം ഇപ്പോഴും ആ വാദം തന്നെയാണ്, ആ കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. വിനീത VG ചേരുന്നുണ്ട്. വിനീത, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഒഴിയേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ മറുപടിയിൽ എല്ലാം ഉണ്ട് എന്നാണല്ലോ KC പറഞ്ഞത്. തീർച്ചയായും ഉന്മേഷ്, അങ്ങനെ തന്നെയാണ്. രാജ്യസാധ്യത തള്ളാതെ തന്നെയാണ് KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കിയതാണ്. അക്കാര്യം നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി എന്ന സംസ്ഥാന നേതാക്കളടക്കം ഇതിനോടകം തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആവശ്യം അവർ ഹൈക്കമാൻഡിനോടും ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിലും അവർ എത്തിച്ചിട്ടുണ്ടെന്ന് വേണം നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡും തീരുമാനിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രാജി എന്നൊരു ആവശ്യം സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ തന്നെയാവും ഹൈക്കമാൻഡും നൽകുക. രാജ്യസാധ്യത തള്ളാതെ തന്നെയായിരുന്നു KC വേണുഗോപാലിന്റെ ആ പ്രതികരണവും ഉണ്ടായിരുന്നത്. ഉന്മേഷ്, ഈ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നാണോ കരുതേണ്ടത്? കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു വിനീത്. അപ്പോൾ ഈ വിഷയത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. മറിച്ച് രാഹുലിന് പറയാനുള്ള ഒരു കാര്യം, നേരത്തെ അവന്തികയുമായി ഉള്ള ഒരു വിഷയത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടോ? KPCC നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടോ രാജി? അങ്ങനെ ഒരു വിഷയത്തിലും പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ ഈ KC വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ നിന്ന് രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുത്ത നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നേതാക്കളടക്കം അത്തരത്തിലേക്കുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഈ രാജി എന്നുള്ള കാര്യം KC വേണുഗോപാലും തള്ളിക്കളയുന്നില്ല. ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹം അതിൽ പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എല്ലാം ഉണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇങ്ങനെയൊരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ കൂടി ഉണ്ടാകും. അത് ഉറപ്പായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സീരിയസ് ആയി തന്നെയാണ് ഈ വിഷയം പാർട്ടി കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ നേതാക്കളടക്കം വ്യക്തമാക്കിയിരുന്നതുമാണ്. ഒപ്പം രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ രാജിവേണം അടക്കമുള്ള കടുത്ത നടപടി ഉണ്ടാകുമെന്നടക്കമുള്ള സൂചനകളടക്കം തന്നിട്ടുമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. രാജിയിൽ കുറഞ്ഞ് മറ്റൊന്നുമില്ല എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെയും തീരുമാനം. മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡുമായി ആശയവിനിമയം ഒരു നിമിഷം